ഇവനെയൊക്കെ കൊണ്ട് തോറ്റു. പോലീസുകാർക്ക് പണിയുണ്ടാക്കാൻ. പോലീസ് സ്റ്റേഷൻ എന്താ നിന്റെ തറവാടെന്നാണോ നിന്റെ വിചാരം? ഓരോ ആഴ്ച ഓരോ കേസായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. സാർ. ആ സാറോ? എന്താ ഇവിടെ? അത് ആ ലോക്കപ്പിൽ കിടക്കുന്നത്. ഹോ, എന്ത് പറയാനാ സാറേ, ഇവനൊക്കെ കൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയാലോ. ഓരോ ആഴ്ച ഓരോ കേസായിട്ട് ലോക്കപ്പ് വന്ന് കിടക്കും. വളർത്ത ദോഷം, അല്ലാതെ എന്തു പറയാൻ. അല്ലാതെ ഇവൻ ഇങ്ങനെ അയച്ചു വിടുന്ന അച്ഛനും അമ്മേനെയൊക്കെ പറയണ്ടേ? ഹായ് ഡാഡി. ഡാഡിയോ? എന്ത് ധൈര്യമാണെങ്കിൽ നീ സാറിനെ അങ്ങനെ വിളിക്കോടാ. പിന്നെ എൻ്റെ അമ്മയുടെ ഭർത്താവിനെ എനിക്ക് കൊച്ചാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. സാർ. അല്ല, ഞാൻ എസ്ഐനെ കണ്ടു. ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കൊണ്ടേക്കോട്ടെ. എന്താ അവിടെ സൈൻ ഇട്ടില്ലേ? സൈൻ ഇട്ടു. ആ, എന്നാ പിന്നെ വേഗം കൊണ്ടുപോക്കോ. എന്നാ പോട്ടെ സാറേ. അടുത്ത ആഴ്ച വീണ്ടും വരുവാടാ. പിന്നെ എന്നെ ലോക്കപ്പ് റെഡിയാക്കി വെക്കണേ. ഇവനൊന്നും അവിടെ ലക്ഷണം കാണില്ല. അച്ഛൻ മുന്നിൽ എന്നെ കണ്ട ഇപ്പൊ ചവിട്ടു. അയ്യടാ, എന്നിട്ട് മുന്നിൽ നിന്നിട്ട് ആ ചവിട്ട് ഞാൻ വാങ്ങാനല്ലേ? എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നീ തന്നെ വാങ്ങിയാൽ മതി. അങ്ങനെ പറഞ്ഞൂടാ. എന്നെ ചവിട്ടി അച്ഛന് വേറെ മോനില്ല. ഐക്കോണിക്ക് കയറി പിടിക്കല്ലേ പാട്ടി. ചെറുതായിട്ട് ആറങ്ങോട്ട്. ശാന്തേച്ചേ, കഴിക്കാൻ വല്ല എടുത്താ? നല്ല വിശപ്പ്. അങ്ങനൊന്നും പറയാൻ പറ്റൂല, എനിക്കല്ല വിശപ്പുണ്ട്. തോട്ടങ്ങി ഒരു കല്യാണം കഴിക്കാൻ എത്ര കാലേ പറയുന്നു? 25 വയസ്സായി. ഇനി എപ്പോഴാണ് നീ കെട്ടാൻ പറ്റുന്നത്? അമ്മ, എനിക്ക് 25ആണ്, 45അല്ല. ഇനി എനിക്ക് പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നിന്നോളൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നോടൊന്നും പറയണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമല്ലല്ലോ. അടുത്ത എന്റെ തലേക്ക് തന്റെയോ അതിലേക്ക് കേട്ടാൻ പറ്റും. മോൻ അതിനും വലുത്. ഈ ഒരു കമ്പനി CEO ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അമ്മ, അത് വിട്. ഞാൻ എൻ്റെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അത് വിട്ട് വേറെ വല്ലതും പറയുകയാണെങ്കിൽ പറ. ഞാനൊന്നും പറയുന്നില്ലേ. അല്ലെങ്കിലും പോത്തിന് ചെവിയിൽ വേദോതിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ലാന്ന് അമ്മയ്ക്ക് അറിയാലോ. പിന്നെ എന്തിനാ വേദോതാ നിൽക്കണേ? ഓ, ഇപ്പൊ അങ്ങനെയായി. ഞാൻ പോണി, എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അവിടെ നിൽക്ക്. അല്ല, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എന്തായിരുന്നു കേസ്? നീ പറയില്ലാന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനോട് ചോദിച്ചാൽ കേട്ടെ. എന്തായിരുന്നു ചോദിച്ചാ ഇന്ന് കേസ് വേണ്ടേ? ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് വിത്ത് ആൽക്കഹോൾ. കഴിഞ്ഞ ആഴ്ച ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് റൈഡിങ്. ഇനി വല്ല കേസും ഉണ്ടോ ഇവന്റെ തലയിൽ പെടാതെ? മയക്കുമരുന്ന് കേസ്, പീഡനം, കൊലപാതകം. ഇത് 3 വയസ്സ്. ബാക്കിയൊക്കെ നിന്റെ മോന്റെ തലയിലുണ്ട്. എന്റെ മോനോ? ഞാൻ മാത്രം വിചാരിച്ചത് മുമ്പിലോട്ട് വരത്തില്ലായിരുന്നു. ഓന്ന് നിർത്തണുണ്ടോ? ഞാൻ പോവാ. നിങ്ങൾ എന്താ വെച്ചായിക്കോ. എനിക്ക് നാളെ ഓഫീസിൽ പോകണ്ടോ? ഞാനിവിടെ സിനിമ കാണാൻ ഇരിക്കാന്നാണോ നിങ്ങളൊക്കെ വിചാരം? ഓരോന്നായിട്ട് വന്നോളൂ രാവിലെ തന്നെ. ഞാൻ പ്രൊജക്റ്റൊക്കെ മതിയൊക്കെ ചെയ്യോ? അതുമില്ല. ആ C ബ്ലോക്കിലെ ഫയൽ സബ്മിറ്റ് ചെയ്തോ? ഞാൻ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ തന്നതാ. നിങ്ങൾക്ക് ഒരാഴ്ച ഒരു ടൈം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി തന്നെ. എനിക്കത് ഇന്ന് കിട്ടണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ഏൽപ്പിച്ച 4 എണ്ണത്തിന് ഞാൻ ഫയർ ചെയ്യും. ഫയർ ചെയ്യുന്നു പറഞ്ഞാൽ ഫയർ ചെയ്യും. Get out. May I come in, Mr. Alvin? Yeah, come in. എന്താണ് രാവിലെ തന്നെ ചൂടിലാണല്ലോ. അപ്പോ നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വീട്ടിൽ പോവാതെ ഇങ്ങോട്ടാ വന്നേ. അച്ഛൻ വന്നോ? ഇല്ല, അവക്കെന്തോ എക്സാം ഉണ്ട്, വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഓ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലടോ, എനിക്കെല്ലാം വിശപ്പുണ്ട്. വാ, ക്യാൻറ്റീനിൽ പോവാം. എന്താണ് രാവിലെ തന്നെ ഭയങ്കര ചീത്തവിളിയായിരുന്നല്ലോ. നീ അയാൾക്ക് ഇങ്ങനെ കേട്ട്? അത് കൊള്ളാം. താഴത്തെ നിലവരെ കേൾക്കായിരുന്നു നിന്റെ ചീത്തവിളി. ശരിക്കും? പിന്നെ ഞാൻ കള്ളം പറയണോ? അപ്പം സൗണ്ട് കുറച്ച് കുറയ്ക്കണമല്ലേ? അല്ല, അത് ചീത്തവിളി കുറയ്ക്കരുത്. അത് ഞാനായിട്ട് പറയണല്ലോ, അവരായിട്ട് പറയിപ്പിക്കണല്ലേ. നമ്മൾ തമ്മിലുള്ള തർക്കം വേണ്ട. നീ കഴിക്കാൻ വല്ലതും ഓർഡർ ചെയ്യും. നിനക്കെന്താ വേണ്ടേ? എനിക്ക് ചിക്കൻ ജ്യൂസും പപ്സും മതി. ഒരു മാറ്റവും ഇല്ലല്ലേ? നീ പോയി ഓർഡർ കൊടുക്കാൻ നോക്ക്. എന്നാ ഇവിടെ ഇരി, ഞാൻ ഓർഡർ എടുത്തിട്ട് വരാം. നീ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം നിൽക്കണോ അതോ വീട്ടിൽ പോകുന്നുണ്ടോ? ഞാൻ ഓഫീസിലേക്കും വരുന്നില്ല, വീട്ടിലേക്കും പോകണില്ല. പിന്നെ നീ എവിടെ നിൽക്കും? ഉച്ചയായിട്ടല്ലേടോ, വൈകുന്നേരം വരെ ടൈമല്ലേ. ഞാൻ ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയടിച്ചിട്ട് വരാം. അതെന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമാണ്. നീ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുക? ഞാൻ ചിലപ്പോൾ ഒരു 6 മണി 6:30 ആവാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു 6 മണിയാകുമ്പോൾ വരാം. ആ, ഓക്കേടാ.
ഹലോ. എടാ നീ നാട്ടിക്ക് വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാണാമല്ലോ നിന്നെ. എടാ ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ, നീ ബേജാറാവല്ലേ, ഞാൻ വേറെ. അയ്യോ നിന്നെ പറ്റി ബേജാറുണ്ടായിട്ടൊന്നല്ല. ഇപ്പൊ വന്നാ പൊറോട്ടയും ബീഫും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നൊരു 5 മിനിറ്റ് താ, ഞാൻ എപ്പ അവിടെ വരാം. വേണമെന്നില്ല, ഞാൻ കഴിച്ചോണ്ട്. ആദ്യം തൊട്ട കൈ ഞാൻ വെട്ടുമ്പോ നീ വരാൻ നോക്ക്. ആ ഹലോ മൈ ഡിയർ ബേബി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അല്ല എന്ത് പറയുന്നു എൻ്റെ ഗേൾ ഫ്രണ്ട്? വിളിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നു? അങ്ങനെ പറഞ്ഞോടാ, ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലാ. നിങ്ങളുടെ സൗന്ദര്യ പടക്കം ഞാൻ എന്നും കാണാനല്ലേ. നിങ്ങൾക്ക് ഈ ദിവസം തെറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടണില്ല. എന്തോ അതിലൊരു ത്രില്ലില്ല. സ്വപ്നക്കൂടത്തെ കുഞ്ഞുഞ്ഞിന്റെ ഫീമെയിൽ വേർഷൻ ആവല്ലേ? ഏത് കുഞ്ഞു കുഞ്ഞായാലും നിന്റെ അത്രയും വരൂലല്ലോ. ഊതിയതാണല്ലേ? കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? അല്ല മോന്റെ വൈഫൊന്നും നാട്ടിക്ക് വന്നില്ല? ഓ, വൈഫൊക്കെ നേരെ വീട്ടിലേക്ക് പോയി, ഞാൻ നേരെ കമ്പനിക്കും പോയി. ഓഹോ അങ്ങനെ. അല്ല നിന്റെ അനിയനെന്തേ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ മെഡിക്കലിന് പഠിക്കല്ലായിരുന്നോ? ഇപ്പൊ ഡോക്ടറാ. അക്കു ആ വാതിലൊന്ന് പോയി തുറന്നേ. ഹായ്. ഓ എന്റെ മോനെ, നിനക്ക് 100 ആയുസാടാ. ഇപ്പൊ ഞങ്ങള് നിന്നെ പറ്റി പറഞ്ഞിട്ടോളൂ. ഈശ്വരാ, എന്തായിട്ടാ അവള് പറഞ്ഞത്? എന്നെ പറ്റി വല്ല കുറ്റവും പറഞ്ഞാണോ? ഇവളായതോട് പറയാൻ പറ്റൂലേ, മുട്ടേര് വരെ കൂടൂത്രം ചെയ്യും. അതൊന്നും അല്ല പടപട്ടി. എന്നാ ഞാൻ അറിയട്ടെ, മണി 6 ഏട്ടൻ പോവാണോ? ആടാ, ഞാനും വരട്ടെ, എനിക്ക് എൻ്റെ ഏട്ടത്തിയമ്മേനെ കൂടി കാണാലോ. പിന്നെന്താ, പോര്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ. 5 minutes later. ഏട്ടാ പോവാം. ആ വാ. നമുക്ക് പോകുന്ന വൈക്കൊരു സ്ഥലത്തും കൂടി കയറാണ്ട്. എവിടെ? ആൽവിന്റെ കമ്പനിയില്. ആൽവിനോ? അതാരാ? അപ്പൊ നിന്റെ ചേച്ചിയൊന്നും പറയില്ല? ചേച്ചിയോ? അതിന് എനിക്കവിടെ ഏട്ടാ നേരം. ഡോക്ടറായി കയറിയപ്പോ തൊട്ട് വീടൊക്കെ ഞാൻ ആഴ്ചയിലൊരുക്കി കണ്ടാലായി. ഡോക്ടറാണോ വലിയ പണി തന്നെയല്ലേ? തന്നെ. അല്ല എനിക്ക് മനസ്സിലാവാത്ത, നിന്നെ ആരാ മെഡിക്കലിൽ വിട്ടെന്നാ? ചോര കണ്ടാ തലറങ്ങണ നീയൊക്കെ ഇപ്പോൾ ഒരു സർജനാ. കാലത്തിന്റെ ഒരു പോക്കേ. ഉസ്തല്ലേ? ഇറങ്ങ്, കമ്പനി എത്തി. ഏട്ടൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോണ്ട്. എന്നാ ഓക്കെ. മിസ്റ്റർ ആൽവിൻ ചെറിയാൻ, പോകാൻ ടൈമായില്ലേ? എടാ തിണ്ടി, ഞാനിവിടെ 5 മണി തൊട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. നീ എന്താ വരാൻ വൈകിയേ? അത് ശരി, നീ ഇറങ്ങാൻ 6 മണി 6:30 ആകും പറഞ്ഞിട്ട് ഞാൻ 6:30 ആകുമ്പോൾ വന്നില്ലേ? ആ മതി, നീ നടക്ക്. എൻ്റെ കാറ് കൊടുത്ത് പോയിട്ട്. അല്ല നീ എങ്ങോട്ടാ പോയേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ നീ വീട്ടിൽ പോയിട്ട് പറയാം. വാ എന്നാല്. ബോറടിക്കണേ, ഈ ഏട്ടൻ എന്താ പോയിട്ട് കാണൂലല്ലോ. പുറത്തിറങ്ങിക്ക. ആടാ, എന്തൊരു ക്യൂട്ട് പപ്പി.